ന ന ന കൃതണരകാം 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 ന ന ന. ഒരുപാട് ആട്ടക്കഥകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒതെല്ലോ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്ക് 1-2 തവണ പാടാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഡൽഹിയിൽ ബോംബെയിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ ചിട്ടപ്പെടുത്തിയതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് സദനത്തു നിന്ന് വിട്ടതിന് ശേഷം ഡൽഹിയിൽ ഉള്ള ആ സെൻട്രലിൻ്റെ ഇരിക്കുന്ന സമയത്ത്, അതിൻ്റെ അധിപനായിട്ടിരിക്കുന്ന സമയത്താണോ അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടായി, സമയം കൂടുതൽ കണ്ടെത്താൻ സാധിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണോ? ഇതും എനിക്ക് പറയുമ്പോൾ ഗുരുദാനെ പറ്റി തന്നെ പറയണം. അദ്ദേഹം ആദ്യം മണികണ്ഠചരിതം ആട്ടക്കഥ, പിന്നെ ഡോക്ടർ എസ് കെ നായരും പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായിരുന്ന സർദാർ കെ എം പണിക്കരും ഡോക്ടർ എസ് കെ നായരും കൂടി എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ള മണികണ്ഠചരിതം ആട്ടക്കഥ സദനത്തിൽ വെച്ച് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പിന്നെ ആണ് പുതിയ കഥ എങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്താം എന്നുള്ള പിന്നെ ഒരു പരിധി വരെ ആ അയ്യപ്പേരിതം ഐതിഹ്യപരമായിട്ടുള്ള ഭക്തിയേക്കാൾ അധികം പിന്നെ പന്തളത്ത് രാജാവിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു തരത്തിലാണ് അപ്രോച്ച്. അത് പിന്നെ ചിട്ടപ്പെടുത്തി അത് ആദ്യം അവതരിപ്പിച്ചത് ഡൽഹിയിലായിരുന്നു. ഞങ്ങൾ ട്രൂപ്പ് കൃഷ്ണൻകുട്ടി ഞാനും അടക്കമുള്ള നരിപ്പേറ്റയും സദനത്തിലിരിക്കുമ്പോൾ ചിട്ടപ്പെടുത്തിയ കഥ ആദ്യം അവതരിപ്പിച്ചത് അയ്യപ്പേരിതല്ല, സോറി, കഥ അയ്യപ്പേരിതല്ല, അത് രണ്ടാമത് ഇതാണ് അല്ല ഒരു വെസ്റ്റേൺ കഥ പറയാം, ഝാൻസി റാണി. ആ കഥ ഞങ്ങളവിടെ പോയി സദനത്തിൽ വെച്ചിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് അവിടെ കൃഷ്ണൻകുട്ടിയും പിന്നെ ഞങ്ങളെ കൂടെ ഝാൻസി റാണിയല്ല, ഇനി ഓർമ്മ വരണം, ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്, ക്ഷമിക്കണം, ദാവീദ് വിജയം, ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്. അതിൽ ദാവീദായിട്ടാണ് കൃഷ്ണൻകുട്ടിയായിരുന്നു. ഞാനും ചേരപ്പറമ്പ് പിന്നെ രാമൻകുട്ടി ഞങ്ങളൊക്കെ അവിടുത്തെ അതിൽ സോൾജേഴ്സാണ്. അതൊക്കെ കിരീട വെച്ചുള്ള വേഷമാണ്. പിന്നെ ഇതിന് ഒരു പിന്നെ ഇവിടെയുള്ള ഗുരുവായൂരുള്ള ഒരു രാമനായരുണ്ടായിരുന്നു, കോട്ടപ്പടി രാമൻ നായർ. അദ്ദേഹം 6 അടിയിലധികം ഉയരമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെയാണ്, കാരണം ദാവീദ് 9 അടിയിലധികം ഉയരമുള്ള എന്നാണ് ഉള്ള കഥ പറയണത്. അപ്പോൾ അതിന് പറ്റിയ ആൾ എന്നുള്ള തരത്തിൽ പിന്നെ കോട്ടപ്പടി രാമൻ നായർ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു പിന്നെ ഗോലിയത്ത്. അങ്ങനെ അവിടെ അത് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അത് 64 ആശാൻ വന്നിട്ട് 2ാമത്തെ വർഷമായിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെയാണ് ആദ്യത്തെ ഡൽഹിയായിട്ടുള്ള പരിചയം. അങ്ങനെയാണ് അന്ന് പോയ സമയത്ത് ഈ ശിവശങ്കരൻ മേനോൻ ചൊല്ലിയാട്ടം വേണമെന്ന് പറഞ്ഞു, കളിക്ക് വേണ്ടിയല്ല, അവിടുത്തെ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സിന് വേണ്ടി ചൊല്ലിയാട്ടം വേണമെന്ന് പറഞ്ഞു. അന്ന് പിന്നെ എന്നെയാണ് ആശാനോട് ചൊല്ലിയാട്ടത്തിന് ആവശ്യപ്പെട്ടത്. പിന്നെ സാധനം വഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ദ്വിജപരമല്ല ഒന്നും അങ്ങനെ ചൊല്ലിയാട്ടം അങ്ങനൊരു പിന്നെ അത് പിന്നെ ആദ്യം വേണ്ടി വന്നിട്ട് അങ്ങനെയാണ് ആദ്യം ഡൽഹിയിൽ പോയത്. അതായത് ഈ പുതിയ കഥകൾ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഇതാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് ആദ്യം കുമാരനാശാൻ ചിട്ടപ്പെടുത്തിയ കഥ. അത് കഴിഞ്ഞിട്ടാണ് അയ്യപ്പേരിതം, അതും സദനത്തിൽ വെച്ച് പിന്നെ ആണ് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ പുതിയ കഥകൾ ചിട്ടപ്പെടുത്തുന്നതിനെ പറ്റി ഒരു ധാരണയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആശാൻ ഡൽഹിയിൽ എത്തിയപ്പോൾ പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൾച്ചറൽ മിനിസ്ട്രിയുടെ ഒരു ഗ്രാൻഡ് കിട്ടണമെന്ന് വെച്ചാൽ പുതിയ കഥ എക്സ്പെരിമെൻ്റൽ പ്രൊഡക്ഷൻ വേണം. അപ്പോൾ ഒരു പുതിയ കഥ അവതരിപ്പിക്കണം. അങ്ങനെ പുതിയ കഥകൾ അവിടെ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ അങ്ങനെയാണ് പിന്നെ ഭക്തനന്ദനാർ, പിന്നെ അങ്ങനെ ഒരു പിന്നെ ഓയമനുജൻ്റെ ഒരു കഥയുണ്ട്, ഭാവശുദ്ധി, ഭാരത സ്ത്രീകഥൻ ഭാവശുദ്ധി, വള്ളത്തോളിൻ്റെ കവിത. ഇങ്ങനെ പുതിയ കഥകൾ അവതരിപ്പിച്ചിരുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു പുതിയ കാര്യം എല്ലാവരും ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നന്ദനാരുടെ കഥയിൽ ശിവൻ്റെ ഒരു താണ്ഡവം, വളരെ ഭംഗിയായിട്ടുള്ള പുതുതായിട്ടുള്ള ഒരു താണ്ഡവം
അടന്ത താളം പകുതി കഴിയുമ്പോൾ ചെമ്പടയിൽ കഴിഞ്ഞ് പിന്നെ അവസാനിക്കുമ്പോൾ പുറപ്പാട്ടിക്ക് ചായ തോന്നും. അങ്ങനെ ഒരു ശിവതാണ്ഡവം അതിൻ്റെ അവസാനമാണ് പിന്നെ ഇയാളുടെ മുമ്പിൽ ശിവൻ്റെ ഇയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ അതിലങ്ങനെ മറ്റേ ഭാവശുദ്ധിയിൽ പിന്നെ ഇവൻ്റെ ബാബറിൻ്റെ പിന്നെ പട്ടണപ്രവേശനം അതിന് പ്രത്യേക താളവും പിന്നെ ഒക്കെയാണ്. ചെമ്പന്നെയാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു 7 അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ എല്ലാവരിലും എന്തെങ്കിലും ഒരു പുതുമയുണ്ടാവും. പിന്നെ അതിൽ ഒരു ഉസ്മാൻ ഖാൻ ഉണ്ട്. ആ ഉസ്മാൻ ഖാനെ പിന്നെ ഭാരതീയെ കണ്ട് പിന്നെ ബാബർക്ക് കാഴ്ച കണ്ടതാണ്. ആ കണ്ട ദിക്കിൽ ഒരു പ്രത്യേക ഒരു ഡാൻസ് നൃത്തമുണ്ട്. ഇങ്ങനെ എന്തിനാച്ചാൽ ഇത് അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ഇതിവിടെ ഇതിലല്ലേ നമുക്ക് പരീക്ഷണം പറ്റുള്ളൂ, ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം. ഇത് അങ്ങനെ പുതിയ കഥ പിന്നെ അങ്ങനെ ഈ അഷ്ടകലാശം ദാവീദ് വീതത്തിൽ ദാവീദിനെ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അന്ന് കൃഷ്ണൻകുട്ടിയാണ് ദാവീദ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഝാൻസി റാണിയിൽ താന്തിയ തോപ്പിക്ക് വേണ്ടിയിട്ട് അടന്തയിൽ അഷ്ടകലാശം തയ്യാറാക്കി. പക്ഷേ അത് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാനോ ഉള്ള അവസരം പിന്നെ ആ സമയം മതിയായില്ലാത്തതുകൊണ്ട് അത് വേണ്ട വെച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അത് ഉണ്ടായിരുന്നു. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അത് അത് 1-ാം കാലത്തിലാണ്. ആ 1-ാം കാലത്തിൽ മാറ്റി 2-ാം കാലത്തിൽ ആക്കിയിട്ട് അത് ബാല്യവിജയത്തിൽ ആരാനുമിനിമ എന്നുള്ള ഇതെടുത്തിരുന്നു. അദ്ദേഹത്തിന് നാരദനായിരുന്നു ഞാൻ അരങ്ങത്ത് എടുത്തിരുന്നു. അപ്പോൾ ഇത് കൊട്ടാനുള്ള ആൾക്കാരൊക്കെ പഠിപ്പിക്കേണ്ടി വരും. അവിടെ ഉള്ളവരെ ഒന്നിച്ച് ഡൽഹിയിലാകുമ്പോഴാണോ ചെയ്തത്? ഡൽഹിയിലാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അഷ്ടകലാശങ്ങൾ അല്ല ഈ പുതുമകൾ അദ്ദേഹം ചെയ്തിരുന്നു. അത് നിർബന്ധമായിട്ട് പറയും ഇതൊന്നും മറ്റേലേക്ക് എടുക്കരുത് കേട്ടോ, കോട്ടയം കഥകളിൽ ഇതൊന്നും വേണ്ടിയാണ്. നിങ്ങൾ പുതുതായി എന്ത് ചെയ്യുമ്പോൾ നമുക്ക് കഥകളിലേക്ക് ഒരു സംഭാവന ആവണം, അല്ലെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് ഉള്ളതിൻ്റെ കാരണം അതൊക്കെ നമ്മൾ ഗുരുക്കന്മാർ നമ്മൾ തന്നിട്ടുള്ളതാണ്. അതൊന്നും നമ്മൾ തുടരരുത്. തൊട്ടാൽ എന്താണെന്ന് വെച്ചാൽ പാതുകയിൽ ഇളക്കുമ്പോലെ ആവും. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. തറവാടിൻ്റെ വാതിക്കൽ ആവശ്യമുള്ളടത്ത് കൊടുക്കയിൽ അല്ലാണ്ട് ഇളക്കരുത് നടത്തും. അങ്ങനെ പിന്നെ പുതിയ കഥകൾ അദ്ദേഹം ഒരു ആശാൻ എത്ര കഥകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും? ഞാൻ പുതുതായി ചിട്ടപ്പെടുത്തി പറഞ്ഞാൽ 35ഓളം കഥകൾ പുതുതായി അതായത് പിന്നെ എല്ലാ വർഷവും പുതിയ കഥ അവതരിപ്പിക്കണം. ഗ്രാൻഡ് വേണമെങ്കിൽ പുതിയ ആ സ്പെഷ്യൽ ഗ്രാൻഡ് വേണമെങ്കിൽ പ്രത്യേക ഗ്രാൻഡ് വേണമെങ്കിൽ പുതിയ കഥ അവതരിപ്പിക്കണം. അപ്പോൾ അന്നത്തെ ഓയമർജൻ എന്നോ അല്ലെങ്കിൽ അകൂരോ പിന്നെ ഒരു നാരായണക്കുറുപ്പ് പിന്നെ അങ്ങനെയുള്ളവർ ആണ് എഴുതിയിട്ട് എല്ലാ വർഷവും ഓരോ കഥകൾ 2 കഥ ഒരു വർഷം. അത് ഒരു ഫെസ്റ്റിവലാണ്. 2 ദിവസം പുതിയ കഥകൾ. അടുത്ത അവസാനത്തെ ദിവസം ഒരു ട്രഡീഷണൽ കാലകോ ശബ്ദരാഹരണോ അങ്ങനെയുള്ള കഥകൾ വെച്ചാൽ സാങ്കേതിക ഭദ്രമായിട്ടുള്ള ഒന്നുകൊണ്ട് അവസാനിപ്പിക്കുക. ബാക്കി അത് രണ്ടും ഇങ്ങനെ എല്ലാ വർഷവും അവിടെയുള്ള വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ടാണ് അരങ്ങത്ത് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ കാലത്തൊക്കെ നമ്മൾ കൃഷ്ണൻകുട്ടിയും അല്ലെങ്കിൽ അരിപ്പറ്റിയും അല്ലെങ്കിൽ കൽക്കത്തയിൽ നിന്ന് പിന്നെ അവരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അവരൊക്കെ അങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ നമ്മളൊക്കെ തന്നെ ആശാൻ ഇപ്പം ഇത്രയും കാലം ഈ കഥകളി ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. പച്ച, കത്തി, വെള്ളത്താടി, കരി കെട്ടിയിട്ടുണ്ടാവും. സ്ത്രീവേഷം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേറ്റവും കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷം പിന്നെ കൂടുതലായിട്ട് തരുന്നത് കത്തിയിലാണോ, വെള്ളത്താടിയിലാണോ, പച്ചയിലാണോ? ചുവന്നതാടി കെട്ടിയിട്ടുണ്ടോ? കെട്ടിയിട്ടുണ്ട്. നാട്ടിൽ തന്നെ വീരഭദ്രനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് പിന്നെ പരീക്ഷണം എന്നുള്ള തരത്തിൽ പിന്നെ ഈ ബാല്യത്തിൽ ബാല്യവിജയത്തിൽ ബാല്യെ കൊണ്ടുള്ള അഷ്ടകലാശം, തെക്കൻ അഷ്ടകലാശം പിന്നെ എടുത്തിട്ട് അന്ന് പിന്നെ കൃഷ്ണൻകുട്ടി പ്രധാനായിരുന്നു ചെണ്ടയ്ക്ക്. അപ്പോൾ പിന്നെ ആശാൻ പറഞ്ഞു കുട്ടികളെ ആ അഷ്ടകലാശം എന്തൊക്കെ ഉണ്ട്. അവൻ ചവിട്ടുമോ? ഞാൻ കൊട്ടും. യാതൊരു ഇതിങ്ങനെ കാണാത്ത ഒരാളാണെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. തെക്കൻ അഷ്ടകലാശം
പിന്നെ അംഭൂതനയുടെ ആ പദത്തിൽ പിന്നെ ആ പദങ്ങളൊക്കെ പൊതികൊണ്ട് ഉണ്ടല്ലോ. അതിൽ എന്നെ കൊണ്ട് അഷ്ടാദശ എടുത്തിട്ടുണ്ട്. തെക്കൻ അഷ്ടാദശ. തെക്കൻ അഷ്ടാദശ പൊതുവളാശാനാണ് അത് കൊട്ടിയിരുന്നത്. ഇപ്പം അതിൽ ഈ അഷ്ടാദശ കൊണ്ട് ദശമുഖം എണ്ണൽ ഈ സന്താനമാനത്തിൽ 8 എണ്ണുന്നത് പോലെ ഇത് 10 മുഖവും 20 കൈകളും എണ്ണൽ ഈ അഷ്ടാദശത്തിന്റെ ഉള്ളിൽ അല്ല, അഷ്ടത്തിന് ഉള്ളിലല്ല, അത് കഴിഞ്ഞ ശേഷം 10 മുഖം കൊണ്ട് ഹസ്തങ്ങൾ വിംശതിയും എന്നുള്ള അതിൽ ഈ പിന്നെ ഇത് എണ്ണൽ ഈ അഷ്ടകലാശം ഇതൊക്കെ തെക്കൻ. അതപ്പോൾ ഞാൻ പിന്നെ ചോന്നാടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തരുന്ന താല്പര്യം കൂടുതൽ പച്ചയിലാണോ കത്തിയിലാണോ വെള്ളത്താടി അങ്ങനെ ഏതിലാണ് കൂടുതൽ? അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ ജീവിതം നാട്ടിൽ കേരളത്തിൽ പുറത്താണ്. അവിടെ ഏത് വേഷമാണ് ആവശ്യം വരിക എന്ന് വെച്ചാൽ അതിന് നമ്മൾ തയ്യാറാകണം. ഒരു പിന്നെ അനുഭവം പറയുമ്പോൾ പറയാമല്ലോ. ഒരു തവണ പിന്നെ കൃഷ്ണനാരാശാൻ്റെ സന്താനോപാലാണ് ഭാഗ്യത്തിൽ നമ്മുടെ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ കഴിഞ്ഞ ശേഷം കൃഷ്ണനാരാശാൻ്റെ ബ്രാഹ്മണനും എൻ്റെ അർജുനൻ 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കിരാതാണ്. കിരാതത്തിൽ പിന്നെ കുട്ടിക്കാട്ടാൽ പന്നിയായിട്ട് ഞാനാണ്. അപ്പോൾ കൃഷ്ണരാജൻ പറഞ്ഞ എൻ്റെ ധൈര്യം സമ്മതിക്കാതെ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു ആ കിരാതത്തിനോടൊരു ഇതില്ലെങ്കിൽ ആ കിരാതം പൂർത്തിയാവില്ലോ. അപ്പം എൻ്റെ വ്യക്തിത്വം അല്ല അത് കഥകളിയോടുള്ള അത്രയും ആ ഒരു മനോഭാവം. അതിന് ലിസ്റ്റ് ഇട്ടൊന്നുമല്ല. ആ സമയത്ത് അതും കൂടി ഉണ്ടെങ്കിലേ ആ കളി ആവുള്ളൂ. അന്ന് പിന്നെ ഇല്ല. ഇതാണ് വൈക്കം കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അർജുനൻ കിരാതത്തിൽ. പിന്നെ ആദ്യം തിരിച്ചാണിട്ടിരുന്നത്. പിന്നെ സന്താനോപാൽ അർജുനായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ പിന്നെ ആരൊക്കെ കൂടി പറഞ്ഞിട്ട് അത് തിരിച്ച് ഇങ്ങോട്ടാക്കി. വരും നമ്മൾ പിന്നെ കൃഷ്ണരാശാനോ പിന്നെ പിന്നെ എന്താ കരുണാകരൻ അവരുടെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് മാറ്റിയതെന്നാണ് ഞാൻ പിന്നെ കേട്ടത്. എങ്ങനെയായാലും അങ്ങനെ ഒരേ ഇങ്ങനെ അപ്പോൾ ഏതാ വേഷം ചോദിച്ചാൽ ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട വേഷമാണ്. കുട്ടിക്കാട്ടാലും ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല, അതും ഇഷ്ടമാണ്. അങ്ങനെ നല്ലൊരു 2-ാം ദിവസം പിന്നെ ദൂതിന് പിന്നെ പെട്ടി കൊണ്ടിരുന്നത് ദൂതനല്ലേ അത് ഒരു ദിവസം ഇതുപോലെ പിന്നെ എന്താ ആദ്യത്തെ പിന്നെ കഥ വേറെന്തോ വേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വേണ്ടി വന്നു ചെയ്തു. പിന്നെ ഡൽഹി ജീവിതത്തിന് ശേഷം പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, എല്ലാ വേഷവും ഇഷ്ടമാണ്. പക്ഷേ എന്തോ എവിടുന്നോ ഒരു കത്തിവേഷങ്ങളെടുത്ത് നമുക്ക് ഇത് എൻ്റെ ഒരു പിന്നെ ആണെന്ന് തോന്നും. അവിടുന്ന് അതിന് പിന്നെ വെള്ളത്താഴ ആകുമ്പോൾ ഒന്നുകൂടി അതിനോടൊരു ഭക്തിയോ അതിനൊരു കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ഹനുമാൻ വാനരനാണ്, കുരങ്ങനാണ്. അതേസമയത്ത് ആ വാനരത്വം മുഴുവൻ വെച്ചുകൊണ്ട് തന്നെ മാനുഷികമായ ഭാവങ്ങൾ, ഭക്തി ഒക്കെ മനുഷ്യൻ്റെ ആണല്ലോ. ഭക്തിയോ അല്ലെങ്കിൽ സേവനം ഒക്കെ മനുഷ്യരുടെ ഇതാണ്. അതിൽ അങ്ങേറ്റാണ്. വാനരത്വം വേണം, ഈ മാനുഷികമായിട്ടുള്ള ഭക്തിയോ വാത്സല്യോ ഇതൊക്കെ വേണം. അത് കഴിഞ്ഞ ശേഷം ഇന്ന് എത്ര അമ്പലങ്ങളിൽ ഹനുമാനെ ഭജിക്കേണ്ടത് ദൈവികമായ ഈ ഇത്രയും വൈവിധ്യമുള്ള ഒരു കഥാപാത്രം പുരാണത്തിലില്ല. വാരൻ, മനുഷ്യൻ, ദൈവം. അപ്പം ഇതിൻ്റെ ഒക്കെ ഛായ ഈ ആ വേഷത്തിൽ വേണം. ഇത് വെറും ദൈവം, വെറും ദാസഭക്തി, വെറും വാനരൻ അല്ലാണ്ട് ഇതൊക്കെ അവിടെയാണ് ഹനുമാനുള്ള നടനുള്ള ഏറ്റവും വലിയ ചോദ്യം. ഈ മൂന്നിനോടും നീതി പുലർത്താൻ സാധിച്ചാലേ ഹനുമാനാവുള്ളൂ. ആശാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഹനുമാനെ വിജയിപ്പിക്കാൻ ഇതിന് മൂന്നിനോട് നമ്മൾ നീതി പുലർത്താൻ സാധിക്കണം. എളുപ്പമല്ലെങ്കിൽ പോലും. അപ്പോഴേ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതോ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളതോ അതിന് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വേഷം കൂടുതൽ കല്യാണ സൗകര്യം ആസുരൊക്കെ വേഷം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാലി എന്ത് ചെയ്ത് എന്താ തോരണത്തിൽ അദ്ദേഹത്തിന് കൂടെ 3-4 രാവൺ കിട്ടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ
ഞാൻ അദ്ദേഹത്തിൻ്റെ കാണുന്നതൊക്കെ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് അതിനോടാകുമ്പോൾ താല്പര്യത്തിൽ കവിഞ്ഞൊരു ഭക്തിയാണ്. മറ്റേത് നമ്മുടെ ആവശ്യത്തിന് എല്ലാ വേഷങ്ങളും കിട്ടണം. ഇപ്പോൾ പിന്നെ നളചരിതയാലും ശരി, പിന്നെ മറ്റുള്ള സുഭദ്രാഹരന എല്ലാ കാലയോഗ കോട്ടയം കഥകളായാലും ഇത് കൂടെ തന്നെ ഇത്തരം അപ്പോൾ കീചവധോ ബാലിവിദ്യയോ രംഭാപ്രവേശമോ. പിന്നെ ആദ്യമായിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് രംഭാപ്രവേശം രാവണനായിരുന്നു ആദ്യം വേണ്ടി വന്നിട്ടുള്ളത്. 2-3 രംഭാപ്രവേശം വേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം കുട്ടിക്കാലത്ത് വെച്ചാൽ ഒരു പിന്നെ അഭ്യാസം കഴിഞ്ഞ് ആ കാലത്ത് ഇട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു തവണ ആശാമൻ ഇതൊന്നും അധികം കെട്ടരുത്. ഞാൻ പറഞ്ഞു അവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം, ചെയ്യാൻ പാടില്ല. ഒന്നും കൂടെ അതിന് പക്വത വരണം, എന്നിട്ട് അതൊക്കെയല്ല വേഷങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വണ്ടി വന്നിട്ടുള്ള കാണാം. ആദ്യം കത്തിവേഷത്തിൽ ഒരു പ്രധാന വേഷം വേണ്ടി വന്നത് രംഭാപ്രവേശമായിരുന്നു. അങ്ങനെ ആ കത്തിവേഷത്തിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞ എണ്ണങ്ങൾ കൂടുതൽ എണ്ണി നോക്കിയാൽ ഒരു പക്ഷേ ബാലിവിദ്യയും കീചവധവുമാണ് അധികം വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടാവുക. കത്തിവേഷങ്ങളായിരിക്കും അധികം കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഈ അടുത്ത കാലത്ത് ഈ വെള്ളത്താടി പിന്നെ ബ്രാഹ്മണൻ എല്ലാ വേഷങ്ങളും അടുത്ത കാലത്ത് കലാക്ഷേത്രയിൽ ദുർവാസാവ് കിട്ടിയിരുന്നു. അവർ ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് കൊടുത്തിട്ടൊക്കെ ഒഴിവാക്കി ആക്കണം എന്നുള്ള വേഷം തന്നെ നിർത്തണം പാടില്ല നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഹനുമാനെ കുറിച്ച് പറഞ്ഞു. ഹനുമാൻ കെട്ടുന്ന സമയത്ത് നമ്മൾ ഹനുമാൻ വാനരനാണ്, പിന്നെ ഹനുമാനിൽ ഭക്തി, പിന്നെ ദൈവം, ഈ 3 മേഖലയിലും നമ്മൾ ഹനുമാനിൻ്റെ പിന്നെ സ്മരണ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഇപ്പോൾ കൃഷ്ണനെ കെട്ടണമെങ്കിൽ ഞാനിന്ന് കൃഷ്ണനാണ്, ഞാൻ ഭഗവാനാണ്, ഞാൻ സാധാരണ ഒരു കന്നുകാലി ചെക്കനാണ് ഞാൻ, പിന്നെ അങ്ങനെ ഒരുപാട് കൃഷ്ണനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. ഇതൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ട് വേണ്ടേ നമ്മൾ അരങ്ങത്തേക്ക് പോയിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നുള്ള ഒരു സംശയം അതിൽ വരികയാണ്. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും പിന്നെ അതിൻ്റേതായിട്ടുള്ള ഓരോരോ ഗുണങ്ങളും ദോഷങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സങ്കേതങ്ങളൊക്കെ അതിൽ ഉണ്ടാവില്ലേ? നല്ല ചോദ്യം. ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ള ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പുരാണ കഥാപാത്രങ്ങൾ അമാനുഷ്യന്മാരോ അതിമാനുഷ്യന്മാരോ ദൈവങ്ങളോ ദൈവിക കഴിവുള്ളവരാണ്. അവരാവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. നമുക്ക് കൃഷ്ണനാവാൻ പറ്റില്ല, ഇന്ദ്രനാവാൻ പറ്റില്ല, വരുന്നാവാൻ ഭീമനാവാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ശ്രമം അതിനോട് അടുക്കാനുള്ള ഒരു താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു ശ്രമം ആണ് ഓരോ നടനിലും ഉള്ളത്. ആ ശ്രമം 100% വിജയിച്ചാൽ കഥകളി പരാജയപ്പെട്ടു കേട്ടോ. അത് അങ്ങനെ 100% വിജയിക്കണ്ട. അതിലേക്കുള്ള ശ്രമത്തിനിടയിൽ ഉണ്ടാവുന്ന ഒരു അനുഭൂതിയുണ്ട്. നമ്മളുടെ അനുഭവം മാത്രമല്ല, അത് ആസ്വാദകരിൽ പോലും ആ അനുഭൂതി ഉണ്ടാവും. ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ള വേഷം കൃഷ്ണനായിരുന്നല്ലോ. അന്ന് എൻ്റെ പ്രായത്തിലുണ്ടായിരുന്ന ഒരു ഇല്ലത്തമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ കുർമാത്തൂരാകുമ്പോൾ അമ്മവരും മുഴുവൻ പറയാം. അവർ പ്രായമായിരിക്കണം. ഞാൻ എൻ്റെ പ്രായം അവരും 19 ഒരു തവണ ഒരു 10 വർഷം മുമ്പ് പിന്നെ തിരുച്ചമ്പലത്ത് അമ്പലത്തിൽ ഞാൻ തൊഴുത് വരുമ്പോൾ ഇവർ ബാല സന്തോഷം, ഇവിടുന്ന് ഇനി പറയാമല്ലോ, ഞാൻ ഇതിനു മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ അമ്പലത്തിൽ തൊഴുമ്പോൾ ബാലൻ്റെ വേഷം എൻ്റെ മുന്നിൽ എപ്പോഴും മനസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു ശല്യമായി അല്ലേ, ഗുരുവായൂരപ്പനെ ആ രൂപത്തിലാണ് കാണുന്നത്, അല്ലെങ്കിൽ കൃഷ്ണനെ ആ രൂപത്തിലാണ് കഥകളി വേഷത്തിലാണ് കാണുന്നത്. അതിന് കാരണക്കാരനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയണത്, അപ്പം നമുക്കതാവാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു സങ്കല്പം ഏത് വേഷമായാലും ശരി. ഇപ്പം ബ്രാഹ്മണനാകുമ്പോൾ ആ ബ്രാഹ്മണൻ്റെ ഒരു അനുഭവമുണ്ട്, കുചേലനാകുമ്പോൾ കുചേലൻ്റെ വേണ്ടേ, അല്ലെങ്കിൽ കാട്ടാളനാകുമ്പോൾ കാട്ടാളനാവുണ്ട്, പിന്നെ രാവണനാകുമ്പോൾ രാവണത്വം വേണ്ടേ. അപ്പോൾ ഇത് സ്വന്തം വ്യക്തിത്വം. അല്ലെങ്കിൽ കീചകൻ ഒരു തവണ ഇങ്ങനെ കീചകൻ കണ്ടപ്പോൾ നമ്മുടെ ഇതൊക്കെ മഹാമോശം നമ്മുടെ ഭാര്യനെ പറഞ്ഞത്. സത്യം പറയാം, ഇതൊക്കെ ഇപ്പോഴല്ല ആദ്യകാലത്ത് കണ്ടപ്പോൾ. അപ്പോൾ നമുക്ക് ആ സമയത്ത് കീചകത്വം വേണം, എങ്കിലേ വിജയിക്കാൻ പറ്റുള്ളൂ.
ഇപ്പോൾ പറയാം, ഞാൻ ആദ്യം രണ്ടാമത്തെ തൊട്ട് ഗീത ചെയ്തപ്പോൾ പിന്നെ അന്ന് ആദ്യം ഒന്നാം ദിവസം കൃഷ്ണൻകുട്ടി ഒന്നാം ദിവസം കഴിഞ്ഞിട്ടാണ് ഗീജകോഷം. അപ്പോൾ ഗീജകോഷം കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷ്ണൻകുട്ടി അത് വന്നിരുന്നു. അല്ല ആശാൻ ചില ഓർമ്മയൊക്കെ വരുത്തുന്നുണ്ട് അല്ലേ? അയ്യോ, അന്ന് കുട്ടിക്കാലത്താണ് ഇത്. ഈ ഡൽഹിക്ക് പോണതിന് മുമ്പത്തേതാണ് മട്ടന്നൂരിൻ്റെ അടുത്ത് ഒരു ദിവസത്തെ കളി. അപ്പോൾ അത് സംഗീതത്തിലായാലും ഇത് തന്നെയാണ് വരുന്നത്. കാരണം ഒരു കഥ എടുത്തു നോക്കിയാൽ അതിൽ ഭക്തി ഉണ്ടാവും, ശൃംഗാരം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സംഗീതത്തിൽ കൂടെ ഇപ്പോൾ പിന്നെ ശൃംഗാരം പാടുന്ന സമയത്ത് ശൃംഗാരത്തിൻ്റെ അത് മനസ്സിൻ്റെ ഉള്ളിലുണ്ടായാലേ ആ ശൃംഗാരം വരുള്ളൂ. ഇപ്പം കുചേലവൃത്തം കലയാമി വളരെ സൗഹാർദ്ദപരമായിട്ട് അതിങ്ങനെ ഒരു 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 ഇതിലിങ്ങനെ ഒരു ടെമ്പോയിലിങ്ങനെ പോവുകയാണ്. പിന്നെ മുനിയോട് ഒന്നിച്ചോടൊന്നിച്ച് അതൊക്കെ ഇങ്ങനെ ഒരു ടെമ്പോ അതിങ്ങോട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടെ നിർത്തി ഒരു ഭക്തിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് അജിതാകാരി പാടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ വേഷം കിട്ടുമ്പോഴും ആ കഥാപാത്രത്തിന് മനസ്സിൽ ഉൾക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ വിജയസാധ്യത. ചെയ്തുകൊണ്ടേ അതിന് ഫലപ്പെടുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ 2 ദിവസം ഞാൻ ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. കഥാപാത്രത്തോട് അടുക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാരിൽ പലരും ശ്രമിക്കണില്ല എന്നാണ് എനിക്കുള്ള ഒരു ഫീലിംഗ്. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പോൾ രണ്ട് ദിവസത്തെ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് ആ എണ്ണങ്ങൾ മുദ്ര കാണിക്കേണ്ട അവരൊക്കെ ചെയ്യേണ്ടെങ്കിൽ പോലും ആരാണ് ഭീമൻ, ആരാണ് കുന്തി എന്നുള്ളത് അവർ പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ശ്രമിച്ച് അത് ഫലിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന് കുന്തി തൻ്റെ മകൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അവൻ ജയിച്ചു വരുന്ന ഉറപ്പൊന്നുമില്ല, ഒരമ്മയ്ക്കും പറയാൻ പറ്റില്ല, ഭയങ്കരനായ ഒരു അടുത്ത് പോയിട്ട്. പക്ഷേ തൻ്റെ ക്ഷത്രധർമ്മമാണ് അവൻ അയക്കുക. ആ അമ്മ മകനെ അയക്കുമ്പോൾ ആരും ഇങ്ങനൊരു അമ്മയെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ ഞാൻ പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ, ഡൽഹിയിൽ ഒരു അനുഭവം പറയാണ്. ഒരു കുട്ടി അധികം പഠിച്ചിരുന്നില്ല, ആ കുന്തി അവതരിപ്പിച്ചു. ആ കുന്തി അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു കുന്തി അവതരിപ്പിക്കാൻ വെച്ചാൽ ശിവരാമനെ പോലുള്ളവർക്കേ പറ്റൂ. അദ്ദേഹം പറഞ്ഞാണ് ശിവരാമനെ പോലുള്ളവർക്കേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു കുന്തി അവതരിപ്പിക്കാൻ. കാരണം ശിവരാമൻ വേറെ ഒന്നും പറയണ്ട, അതാവും ഏത് വേഷമായാലും ശരി. അങ്ങനെ എല്ലാവർക്കും പറ്റുന്നില്ല, എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല പറയണം, പറ്റേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. ഞാൻ പറയണത് ആ ഉൾക്കൊള്ളൽ, ആ കുന്തിക്ക് ഉണ്ടാവേണ്ട ഭാവം ആ കുട്ടിക്ക് ഒക്കെ എങ്ങനെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഉൾക്കൊണ്ടത് ചെയ്തു എന്നാണല്ലോ. അതേ സമയത്ത് നമ്മുടെ കാണുന്നത് കുന്തി മാത്രമല്ല, ഈ സാധാരണ കഥാപാത്രം പോകുന്നു. അധ്യവസാന വേഷമാകുമ്പോൾ ആശാന്മാർക്ക് ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കും. ആശാൻ രാവിലെ പറഞ്ഞില്ലേ, കൃഷ്ണൻ പിന്നെ വിശന്ന് വന്ന് പാഞ്ചാലിൻ്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം ചോദിക്കുമ്പോൾ ഒരു കുട്ടി ഒരു വേഷം കെട്ടി ആ ഭാവം, ആ കുട്ടിയുടെ ഭാവം കണ്ടിട്ട് ആശാന് കോരിത്തരിച്ചു എന്നുള്ളൊരു അനുഭവം രാവിലെ പറയലുണ്ടായി. അപ്പോൾ പിന്നെ അതെന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? കൃമീരൂപത്തിൽ പിന്നെ ദുര്യോധന അയച്ചിട്ടുള്ളതാണ് ശരിക്കും ദുർവാസാവിനെ. പാഞ്ചാലിൻ്റെ ഭക്ഷണം കഴിഞ്ഞ ശേഷം അവരുടെ ഒരാളെ ഉള്ളൂ ഉത്തരവാദിത്തം, അവരെ കഷ്ടപ്പെടുത്തരുത്, അതാണ് പറഞ്ഞ കാരണം അതാണ്. അതുകൊണ്ട് അവരുടെ ഭക്ഷണം കഴിഞ്ഞ് ചെന്നാൽ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞ് ദുർവാസാവ് വേഗം തൻ്റെ ജ്ഞാനദൃഷ്ടി തന്നു. അപ്പോൾ വീഴ്ചില്ല. അദ്ദേഹം ചെന്നപ്പോൾ ധർമ്മദ്രവ്യം സ്വീകരിച്ച് ഭക്ഷണത്തിന് ക്ഷണിച്ചു. പിന്നെ സ്നാനത്തിന് പോയപ്പോഴാണ് കുന്തി വിവരറിയണത്. പാഞ്ചാലി വിവരറിയണത്. അയ്യോ എന്താ, എങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കല്ല, ആയിരക്കണക്കിന് ശിഷ്യരോട് കൂടിയുള്ള ആണ് വരണത്, എങ്ങനെ അദ്ദേഹം അവർക്ക് ഭക്ഷണം കൊടുക്കും എന്ന്. അപ്പോൾ ഭഗവാനെ സ്മരിക്കുകയാണ്. പിന്നെ ആ വിചാരപദം സങ്കല്പമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷ്ണൻ വന്നിട്ട് ധന്യമൊഴി, എനിക്ക് വിശന്നിട്ട് യാതൊരു ശരണമില്ല പാഞ്ചാലി, എനിക്ക് എന്തെങ്കിലും തന്നേ തീരൂ എന്നാണ് ഭഗവാന്റെ. അപ്പോൾ പാഞ്ചാലി പറയാണ്, അയ്യോ ഭഗവാനെ നോക്കൂ, പാത്രം കാലിയാണ്, എൻ്റെ ഭക്ഷണം കഴിഞ്ഞു, ഇനി ഇതിലൊന്നുമില്ല ഉണ്ടാവില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, നീ പാത്രം കൊണ്ടുവരൂ. പാത്രത്തിൻ്റെ വക്കിൽ ചീരയില കണ്ടുവന്നാണല്ലോ കഥ. ആ ചീരയില എടുത്ത് കൃഷ്ണനെ കൊടുത്തിട്ട് കൃഷ്ണൻ വാങ്ങി കഴിക്കുന്നത്. ആ പാഞ്ചാലിയിൽ ആ ചീരയില കൊടുക്കുന്നതും
അത് കൃഷ്ണൻ സ്വീകരിക്കുന്നത് നിസ്സാരാണ്, വളരെ നിസ്സാരാണ്. എന്നാൽ ഈ ചീരയിലോട് കൂടി തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാനാവുക. അതുകൊണ്ടാണല്ലോ സാധിക്കേണ്ടത്. ആ സമർപ്പണത്വം സാധിക്കണില്ല നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഭാവം വരണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു ഗുരുനാഥൻ അത്രയും കേമന അത് ഒന്നും പറയാനില്ല. അതിൻ്റെ വേറൊരു രൂപം ഇന്നത്തെ നടപ്പിലുണ്ട്. കാരണം പിന്നെ വീട്ടിലെന്താ ഉള്ളത് അല്ലെങ്കിൽ അടുക്കളയിൽ എന്താ ഉള്ളത് എന്ന് അറിയാതെ പലരും വീട്ടിൽ വിളിച്ച് കയറ്റ മാത്രമേ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞോണം. ഇന്നത്തെ സമൂഹത്തിൽ നടക്കേണ്ട ഈ ഒരു പ്രശ്നം. പക്ഷെ അന്ന് അതല്ല നടന്നിരുന്നത്. ഇവിടെ എന്തുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടല്ല ആൾക്കാർ വിളിച്ചു കേൾക്കുന്നത്. പിന്നെ ആശാൻ ഡൽഹി ജീവിതം കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം നാട്ടിൽ വന്ന് വീണ്ടും അടയാർ കലാക്ഷേത്രത്തിൽ കുറച്ചു കാലം അവിടെ കഥകളിയായിരുന്നു ആശാൻ്റെ. അത് അവിടെ ചോദിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ കലാക്ഷേത്രയിൽ ഇതിനു മുമ്പ് കഥകളിയുടെ ആചാര്യന്മാരാരായിരുന്നു? അവർ നമ്മുടെ കല്ലടിക്കോടൻ സമ്പ്രദായമാണോ എടുത്തത്, കല്ലൂഴി സമ്പ്രദായമാണോ അവിടെ പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതെന്നാണ്. ഞാൻ ഡൽഹി വിട്ടിട്ട് നേരെ നാട്ടിലേക്ക് വരാൻ പുറപ്പെട്ടതേ ഉള്ളൂ. നാട്ടിലെത്തിയില്ല. അത് ശരി. പുറപ്പെട്ട് ഞാൻ അവിടെ കുറച്ചു കാലം ഇവിടെ ഉണ്ടായില്ല. ഇല്ല, അതിനിടയിൽ വന്ന പോലെ ശിക്ഷ എഴുതി കൊടുത്തു. വളണ്ടറിയാണ്, അല്ല അവർ സമ്മതിച്ചിട്ടല്ല. ഞാൻ പോവാണ് തീരുമാനിച്ച് പോകുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ജില്ലാ സംസ്ഥാന കലാക്ഷേത്ര ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവരെ ഞങ്ങളായാലും അടുത്താണ് അവിടെ ഡൽഹിയിൽ. അപ്പോൾ അവർ പോണതിന് മുമ്പ് വീട്ടിൽ വന്നു. വീട്ടിൽ ഇങ്ങനെ ഞാൻ പോവാണ്, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവണം. ഓ ശരി, എൻ്റെ നല്ല അവരെ കഥകളി പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, അവിടെ അവരുടെ സ്റ്റുഡൻസ് തന്നെ കഥകളിയുടെ എന്ന് പറഞ്ഞിട്ട് ഭാവാഭിനയവും അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നാട്ടിൽ പുറപ്പെട്ടാണ്, സാരില്ല അടുത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ പുറപ്പെട്ടു. അവിടെ പിന്നെ ഒരു 15 ദിവസത്തെ ഒരു ശില്പശാല. ആ ശില്പശാലയുടെ അവസാനത്തെ ദിവസം പിന്നെ ഞാൻ മാത്രമല്ല, ബിർജു മഹാരാജൻ്റെ ഉണ്ട്, കഥകളിയും കൂടി ഉള്ളതാണ്. അപ്പോൾ 2 പേരും ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ ഡെമോൺസ്ട്രേഷൻ. ഈ ഡെമോൺസ്ട്രേഷൻ്റെ അവസാനം അവർ പറഞ്ഞത്, നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം ഞാൻ പറയാൻ പോവാണ്. അടുത്ത് പിന്നെ നമ്മൾ കഥയിൽ ക്ലാസ് ഇറങ്ങാൻ പോവാണ്. സാധാരണ ബാലകൃഷ്ണൻ സാറാണ് അത് ചെയ്യാവുന്നത്. ഞാൻ അവിടെ നിന്നാണ് അറിയണതന്നെ അപ്പോഴാണ്. അപ്പോൾ ഞാൻ പിന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഇവർ പറയുന്ന പോലെ എളുപ്പമല്ലാട്ടോ എന്നെ കിട്ടല്ലേ, ഞാൻ തിരക്കുള്ള മനുഷ്യനാണ്. ഏതായാലും പറഞ്ഞ പോലെ വേണ്ടി വന്നു. അതിനിടയിൽ 1-2 കഥ. പിന്നെ ഒരു കല്യാണ സൗഖ്യം, ഒരു കളി, ഓട്ടക്കാസറ്റിൻ്റെ കളി, പിന്നെ ആശാൻ്റെ ഭീമനും എൻ്റെ ഹനുമാനും ഒരു കല്യാണ സൗഖ്യം. നിങ്ങൾ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഉണ്ടായിരുന്നു കലാക്ഷേത്രത്തിൽ. അന്ന് നമ്മുടെ നല്ല ഹനുമാണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒഥല്ലോ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഗീരവധം. ഈ 3 കഥയും ഇതിനിടയിൽ പിന്നെ അല്ല ശില്പശാലയുടെ കൂടെ എന്നെ ഇൻട്രൊഡ്യൂസ് ഇങ്ങനെ ഈ 2-3 കഥകൾ അങ്ങനെ എന്നെ അവിടെ കലാക്ഷേത്രത്തിൽ പരിചയപ്പെടുത്തി. അങ്ങനെ അവിടെ ചെന്നു. പിന്നെ ഭരതനാട്യം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കഥകളി നിർബന്ധമാക്കി. ഒരു ക്ലാസ് ഇതാണ്. അത് കഴിഞ്ഞ എല്ലാ അധ്യാപകന്മാരും കഥകളി പഠിക്കണം എന്നുള്ളത്. അവർക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്. എത്ര സീനിയർ ആയാലും ശരി, കഥകളി ഡാൻസ് ആണെങ്കിൽ അവർ കഥകളി പഠിക്കണം. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പുതിയ കഥ ഞാൻ അവിടെ ഡൽഹിയിൽ അവതരിപ്പിച്ചതിന് ഒരു കഥ അവിടെ അവതരിപ്പിച്ചത് എല്ലാം അവിടുത്തെ ഡാൻസ് അധ്യാപകരെ ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു പുതിയ കഥ അവതരിപ്പിച്ചു. അതിൻ്റെ പേര് സുഷമ എന്നോ മറ്റാണ് എൻ്റെ പേര്. ഒരു കാമദേവൻ്റെ ആയിട്ടുള്ളൊരു കഥയാണ്. ഗ്രീക്ക് കഥയാണ്. അത് അവതരിപ്പിച്ചു. അപ്പോൾ അവിടെ എനിക്ക് ഒരു ചെറിയൊരു ആചാര്യസ്ഥാനം. എനിക്ക് ആചാര്യസ്ഥാനത്തിനല്ല, എൻ്റെ കഥകളിക്ക് അവിടെ ഒരു ആചാര്യസ്ഥാനം കിട്ടുകയാണ്. എനിക്ക് എന്താ കഥകളിക്ക് അതിനു മുമ്പേ ഉണ്ടായിരുന്ന ആ കഥയോടുള്ള ഒരു അപ്രോച്ചിന് വ്യത്യാസം വന്നു.
അതാണ് ഇതിനുള്ള ഞാൻ തയ്യാറായതിന് കാരണം തന്നെയാണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക്. അപ്പോൾ അതിനു മുമ്പേ അവിടെ കഥകളി ഉണ്ടായിരുന്നു. ആദ്യം പിന്നെ ഒരു കാരണം ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ചിണ്ടപ്പണിക്കരാശാനായിരുന്നു. ചിണ്ടപ്പണിക്കരാശാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിരിക്കുന്ന സമയത്ത് ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ഇങ്ങനെ അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്ന സമയത്താണ് രുക്മിണി ദേവിയുടെ ആവശ്യം വന്നത്. അപ്പോൾ സന്തോഷം അദ്ദേഹം അങ്ങനെ പോയി. അങ്ങനെ അപ്പോൾ ചന്തുപണിക്കരാശാൻ്റെ ഒരു ശൈലിയായിരുന്നു അവിടെ. അദ്ദേഹം അപ്പുപണിക്കരാശാൻ പോയി. അപ്പുപണിക്കരാശാൻ്റെ കാലശേഷം ആയപ്പോഴാണ് ചന്തുപണിക്കരാശാൻ വന്നത്. ആ സമ്പ്രദായം ശരിക്കും കല്ലടിക്കോണം സമ്പ്രദായം. ശരിക്കുള്ള കഥ അവർ കല്ലടിക്കോണം സമ്പ്രദായമാണ് അവിടെ തുടർന്ന് വന്നിരുന്നത്. ഒരു സംശയം, അതിലാണോ ജനാർദ്ദനൻ? ഞാൻ പറയുന്നത് ആ പരമ്പരയിലാണ് അദ്ദേഹം മൂന്ന് പേര് പ്രധാനമായിട്ടും കഥകളി പഠിപ്പിച്ചുള്ളത്. പിന്നെ ധനഞ്ജയൻ, പിന്നെ ജനാർദ്ദനേട്ടൻ, പിന്നെ ബാലഗോപാലൻ. 3 പേരെ കഥകളി. അവർ 3 പേരും കഥകളി പഠിച്ചവരാണ്, ഭരതനാട്യം പഠിച്ചവരല്ല. ഭരതനാട്യം ഐച്ഛികമായിട്ട് കഥകളി മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചവരാണ്. പക്ഷെ ഭാഗ്യത്തിനോ ഭാഗ്യദോഷത്തിനോ അവരൊക്കെ അതിന് മാറിപ്പോയി. അല്ല, അവരെ ജീവിക്കാൻ അവിടെ കഥകളിയേക്കാൾ മറ്റേതാണ് സൗകര്യം. ആ നേരത്തിൽ അവർ പോയി. പക്ഷേ ഇത് റെക്കോർഡാണ്, ആയിക്കോട്ടെ, സാരില്ല. അവർ അധികാരം കിട്ടിയ ശേഷമാണ് അവിടെ കഥകളി ഇല്ലാതായത്. പിന്നീട് കുറേ വർഷത്തിന് ശേഷം 22 വർഷത്തിലധികം കഥകളി പിന്നെ ഇല്ലാണ്ടായിരുന്നു. കഥകളി രണ്ടാം തുടർന്ന് പറഞ്ഞിട്ട് കലാമണ്ഡലം കൃഷ്ണകുമാരനെ അവിടെ കുറച്ച് ദിവസം ഉണ്ടായി. അദ്ദേഹം അവിടെ പോയിട്ട് ഡാൻസ് പഠിച്ചു. അതെ, ഇതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കി ഡാൻസ് പഠിക്കാൻ പോയി. അപ്പം അങ്ങനെ ഒരു വലിയൊരു വീണ്ടും കഥകളിയുടെ ഉയർത്തെഴുന്നേൽപ്പ് വന്നത് പോയതിനു ശേഷം. അതിന് പിന്നെ ഇങ്ങനെ അവരെ കൊക്ക് ഇതിൽ ഇതായി. അങ്ങനെ എല്ലാ കുട്ടികൾക്കും പിന്നെ രാവിലത്തെ 5 മണിക്കുള്ള ക്ലാസ്, പിന്നെ ടീച്ചേഴ്സും പിന്നെ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വലിയ ക്ലാസ്. പ്രധാനമായിട്ട് ഗന്ധസാധകം, പിന്നെ ഇത് ഉപാംഗ, അത് കഴിഞ്ഞ മീയറപ്പ്, കാൽസാധകം, ചുഴുപ്പ്. ഇത് ഒരു 5 മുതൽ 7 മണി വരെ ക്ലാസ്. ഇതിലെല്ലാവരും പങ്കെടുപ്പിച്ചിരുന്നു. അങ്ങനെ കഥകളിയെ പറ്റിയൊരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിച്ചു. കഥകളി അവിടെ നിർബന്ധമാക്കി വേണമെന്ന്. പിന്നെ അങ്ങനെ പോയിട്ട് 2008 തോന്നുന്നത് ഒരു കഥകളി മഹോത്സവം ആയിട്ട് അവിടെ തുടങ്ങിയ സമയത്ത് അവിടെ എതിർപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇത് ഭരതനാട്യ സ്ഥാപനമാണ്, ഇവിടുത്തെ കഥകളി മഹോത്സവം പിന്നെ എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് പഠിച്ച പലരും, ഇപ്പോൾ വേറെ ഒരു പേരെടുത്ത് പറയാം, ശ്രീ ധനഞ്ജയൻ സാർ പറഞ്ഞു, ഇവിടെ കഥകളി കാണാൻ ആരും വരില്ല, തമിഴർക്ക് കഥകളി ഇഷ്ടമല്ല. സാധാരണ ഇവിടെ ഈ പിന്നെ ഡിസംബർ ഫെസ്റ്റിവലിന് ഒരു ദിവസം കഥകളി ഉണ്ടാവും, ബാക്കിയുള്ള ദിവസമൊക്കെ ടിക്കറ്റ് വെച്ചാണ്. കഥകളി ഫ്രീ ആണ്, എന്നാൽ 10 പേര് 12 പേരെ പുറമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് കഥകളിക്ക് ആരും ഉണ്ടാവില്ല, എന്തിനാണ് 3 ദിവസമൊക്കെ വെച്ചത്? ഞാൻ പറഞ്ഞു, ഏതായാലും തീരുമാനിച്ചു പോയില്ലേ. അങ്ങനെ ആ 3 ദിവസത്തെ ഏറ്റവും വിജയിച്ച് ഒരു ഫെസ്റ്റിവലായിരുന്നു. അതിനൊക്കെ കാരണക്കാരൊന്നും ഇവരൊക്കെ പലരാണ്. ഒരു മേളപ്പദം അവിടുത്തെ പിന്നെ കർണാടക ശാസ്ത്രീയ സംഗീതത്തിന് പണ്ഡിതന്മാരെ കിടലെ കൊള്ളിച്ചു. ഗുരുനാഥന്മാരുടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ശങ്കരൻകുട്ടി എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു ശങ്കരനും ശിവനും പിന്നെ അവർ രണ്ടാളുടെ ഓരോ മക്കളും 4 ഇടവിളകളും. പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് രാമൻ നെടുമ്പള്ളി, ഇവരുള്ളൊരു മേളപ്പദം തകർത്തു എന്ന് പറഞ്ഞാൽ. അതിനു മുമ്പ് ഒരു ചെറിയ തമാശ ഉണ്ടായിരുന്നു. ഒരു തവണ പിന്നെ ഈ ഫെസ്റ്റിവലോട് ബന്ധപ്പെടാണ്ടൊരു കുചേലവൃത്തം നിശ്ചയിച്ചു. അപ്പോൾ ബാലസുബ്രഹ്മണ്യനാണ് കൃഷ്ണൻ എൻ്റെ കുചേലൻ. നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ആ പിന്നെ കുചേലവൃത്തത്തിന് മാടമ്പിയെ പാട്ടിന് വിളിച്ചു. അവിടെ നിന്ന് ഭയങ്കര എതിർപ്പ്. അവിടെ പിന്നെ ഇവരൊക്കെ ഉള്ള കുചേലവൃത്തം പാടാൻ മാടമ്പി എന്തിനാണ് വിളിച്ചത്? അവർ അദ്ദേഹം കുചേലവൃത്തം പാടാറില്ലേ? അദ്ദേഹം അതാ ഇവരെ മറ്റാരെങ്കിലും വിളിക്കാമെന്നല്ല. ഞാൻ പറയും, ഇവരെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. ആദ്യം ഞാൻ ഇത് പ്രതീക്ഷിച്ചതാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്.
അത് വേറെ ആരും പാടാനില്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ എന്താണ് കുചേലവൃത്തം കേൾക്കണം, കേൾപ്പിക്കണം. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. മറ്റൊന്നും കേട്ടിട്ടുണ്ടാവും, ധാരാളം കേൾക്കും, ഇത് അധികം കേട്ടിട്ടുണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിർബന്ധിച്ചത്. അതുകൊണ്ട് ഇതിന് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരാൻ, ഇതന്നെ സൗകര്യം ഉണ്ടെങ്കിൽ വരാം, ഇല്ലേ വിരോധമില്ല. കുചേലവൃത്തം ഉണ്ട്, അദ്ദേഹം തന്നെയാണ് പാടാൻ പോണത്. ആദ്യം മുതലുള്ള രംഗം അന്ന് ഈ പറഞ്ഞവരൊക്കെ തിരിച്ചു വരും. തിരിച്ചു പറഞ്ഞതല്ല, ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതന്നെയാണ് നിങ്ങൾ ഈ നമുക്കുള്ളൊരു ഒരു ചെറിയ തകരാറ് ഞാൻ പറയാം. ഇത് മാത്രമല്ല, ഒരു മുൻകൂട്ടി ധാരണ എല്ലാറ്റിനെ പറ്റി. പിന്നെ കഥയായാലും ഇന്നാളെ ആയാലും പറ്റും, പാട്ടായാലും ഇന്നാളെ, കൊട്ടിന്നാളെ, അങ്ങനെ തീരുമാനിക്കുക. അതുകൊണ്ട് അവർ ആ വഴിക്ക് മാത്രമേ പോകണു. ഞാൻ പറയാം പിന്നെ ഗോപിയേട്ടൻ്റെ കീചകൻ അസാധ്യങ്ങളിൽ അസാധ്യമാണ്, യാതൊരു സംശയവുമില്ല. അന്നത്തെ കാലത്ത് ആ കീചകൻ ഇതിന് പറയാൻ ആളില്ലാത്ത ഗോപിയേട്ടൻ കീചകനില്ല. ആൾക്കാർ ഇതാ ഗോപിക്കഥ പച്ച വേഷം പറയാം, അങ്ങനൊരു ധാരണ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഗുരുവായൂർ പിന്നെ ചെറുതരകാശം ഗോപിയേട്ടൻ്റെ നിങ്ങളാരും ഉണ്ടായിരുന്നോ, കണ്ടിരുന്നോ? അതൊക്കെ ഞാൻ പറയണത്. പിന്നെ അദ്ദേഹം നല്ല രീതിയിൽ പോയതുകൊണ്ട് മോശമെന്നല്ല പറയണം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ചില കഴിവുകൾ നമ്മൾ ഉണ്ടെന്ന് അത് സമ്മതിച്ചേ തീരും. അന്ന് പിന്നെ നരകാസുരത്തിന് ഉണ്ടായിരുന്ന പറഞ്ഞത്. ആശാൻ ഇത്രയും കാലം ഈ ഒരുപാട് വർഷത്തെ ഈ കഥകളി ജീവിതത്തിൽ ഈ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയി സദനത്തുനിന്ന് ആദ്യം ഇവിടെ മനയ്ക്കുന്ന് തുടങ്ങി, ഇല്ലത്തുനിന്ന് തുടങ്ങി സദനത്തിലെത്തി, സദനത്തുനിന്ന് ഡൽഹിയിൽ പോയി, മദ്രാസിൽ പോയി, വീണ്ടും തിരിച്ച് നാട്ടിലെത്തി. ഇപ്പോൾ കഥകളിയുടെ ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ടുള്ള പത്മശ്രീ നേടി ഇരിക്കുന്ന ആ ഒരു രാജകീയമായിട്ടുള്ള അവസ്ഥയിലിരിക്കുകയാണ് കഥകളിയുടെ. അത് ഞങ്ങൾക്ക് കഥകളിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അവാർഡാണ് ആശാൻ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആശാൻ്റെ ചില അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വന്ന വഴികളൊക്കെ പറഞ്ഞു. പക്ഷെ അതിലും പുതുമ നിറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ചെറുപ്പം തൊട്ട് കഥകളി പഠിച്ച് ഒരുപാട് സഞ്ചരിച്ച് പല മേഖലകളിലും കൈവച്ച് അതിനൊക്കെ പുഷ്പിച്ചു കൊണ്ടുവന്ന് ആശാൻ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, കഥകളിക്ക് വേണ്ട ബുക്കുകൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ ബുക്കുകൾ ഏതൊക്കെയാണോന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നന്നായിരുന്നു. കഥകളിക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്കുകൾ എഴുതുന്നതിന് പകരം ഞാൻ ആദ്യം ആട്ടക്കഥ എഴുതാനാണ് യോഗം വന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആട്ടക്കഥ ഒരു പുതിയ എല്ലാ തവണയും പരീക്ഷണമായിട്ടുള്ള കഥകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ തിരുവിളയാടൽ എന്നുള്ളൊരു കഥ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിന് 2 പേരെ പിന്നെ അവരെ ഏൽപ്പിച്ച് എഴുതി കൊണ്ടുവന്നിട്ട് അന്ന് ഒരു 10 പേരടങ്ങുന്ന ഒരു പിന്നെ കമ്മിറ്റിയാണ് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഓയമതി പറഞ്ഞു, ഇത് കഥകളിക്കൊന്നും പറ്റില്ല, അത് ഇങ്ങനെ ആയപ്പില്ലേ, പിന്നെ ഇതൊന്നും മാറ്റി എഴുതാൻ എന്നാലേ പറ്റുള്ളൂ. അവർ പിന്നെ നാരായണക്കുറുപ്പ് അവരൊക്കെയാണ് എഴുതി കൊണ്ടുവന്നിരുന്നത്. അവർ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇത് കേട്ടപ്പോൾ ഞാനും വീട്ടിൽ പോയി എല്ലാവരും വരുന്നിട്ട് കുറച്ച് എഴുതിക്കൊണ്ടത് അടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞു, ഇങ്ങനെ ഇതിപ്പോൾ കഥകളിക്ക് ഇത് പറ്റുമല്ലോ. മുഴുവനില്ല, ആദ്യത്തെ പകുതി ഭാഗം ഞാൻ എഴുതി, ബാക്കി അവർ അപ്പോൾ പറഞ്ഞു തിടക്കം പോയി കഥകളിക്കുന്നുണ്ട്, അത് മതി, ബാക്കിൽ സാരില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ഈ ആട്ടക്കഥ എഴുതാൻ തുടങ്ങിയത്. പിന്നെ തിരുവിളയാടിലെ പകുതി ഭാഗം വരെ ഞാൻ എഴുതിയാണ്. പിറ്റത്തെ കൊല്ലാകുമ്പോഴേക്കും ആണ് ഇതൊക്കെ ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം അവർക്ക് നാട്ടിലേക്ക് പോന്നു. പിന്നെ ആരുമില്ല, നമ്മൾ തന്നെ വേണം പുതിയ കഥ അവതരിപ്പിക്കണം എന്നുള്ള തരത്തിൽ വന്നപ്പോൾ ആവുന്നത്ര നമ്മൾ പിന്നെ ഓരോരുത്തർ കവിതകൾ എടുത്തിട്ട് തട്ടിക്കൂട്ടിയിട്ടൊക്കെ പിന്നെ അവതരിപ്പിക്കാൻ തുടങ്ങി. അതായത് യാത്രാശാപം, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ടാഗോറിൻ്റെ ഇത് മലയാളത്തിൽ അല്ല, ഈ യാത്രാശാപം പിന്നെ ഒരു അറിയപ്പെടുന്ന ഒരു കവി ആരോ മലയാളത്തിലാക്കിയിട്ടുണ്ട്, ജയശങ്കർ അല്ല ആരാണെന്ന് ഓർക്കുന്നില്ല. ഏതായാലും അതെടുത്തിട്ട് ഞാൻ തലയും വാലൊക്കെ മുറിച്ച് അത് പറ്റുന്ന ഒരു കഥകളിലാക്കിയിട്ട് ഇങ്ങനെ ശ്രമം. അപ്പോഴും അതിനൊരു സമാധാനമാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് എന്നെ പറഞ്ഞു, നമുക്ക് വെസ്റ്റേൺ കഥ പരിശോധിച്ചാൽ എന്താ പറഞ്ഞു. പരിശോധിക്കാം. ഒരു അർജുൻ റാണി എന്ന് പറയുന്നത് തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർ ഞങ്ങൾ 2 കൂടി ഇരുന്നിട്ട്
ഒഥല്ലോ വലിയ നാടകമാണ്, അത് മുഴുവൻ പറ്റില്ല. അപ്പോൾ സീൻസ് ഏതൊക്കെയാണ് തിരഞ്ഞെടുത്തിട്ട് ഞാൻ കുടുംബസമേതം ഹരിദ്വാറിൽ പോയി. ഒരാഴ്ച അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഒരു ഇതുണ്ട്, പാർട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ കുത്തി കുറിച്ചിട്ട് ഒരു രൂപമാക്കിയിട്ട് വന്നപ്പോൾ ഉണ്ണീഷ്ണ നമുക്ക് രാജകൃഷ്ണൻ അന്ന് ഉണ്ണീഷ്ണൻ എല്ലാം അങ്ങനെയാണ് ഒഥല്ലോ എഴുതിയത്. കൊല്ലങ്ങൾ കുറേയായി അന്ന്. ഒഥല്ലോ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഫ്രഞ്ച് കഥ, പിന്നെ ലിസിഡ്. ആ ലിസിഡിന് മഹാരഥി എന്ന് പേര് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് അവതരിപ്പിക്കേണ്ട തരത്തിൽ ആണ് അത് എഴുതിയത്. ആ കഥ എഴുതിയിട്ട് ഞാൻ അന്ന് ഫ്രഞ്ച് എംബസിയിൽ ഉണ്ടായിരുന്ന ആളുടെ പേര് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല, മിസ്റ്റർ മുകുന്ദൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇതൊന്ന് ശരിയാക്കിയാൽ തിരക്കല്ലേ പറഞ്ഞു. അവിടെ വെച്ചൊരു 1 മാസം അദ്ദേഹം തുറക്ക പോലും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അത് മടക്കി തന്നു. ഏതായാലും ഞാൻ നിവൃത്തിയില്ലല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളതുപോലൊക്കെ തന്നെ അതിനൊക്കെ ഒരു എടുത്തിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഫ്രഞ്ച് എംബസിയിൽ നിന്നുള്ള അതിൻ്റെ അന്നത്തെ ആളെ ഗസ്റ്റ് ഓഫ് ഓണറെ വിളിച്ചു. ആ ഭാഗ്യത്തിന് ഒരു ഫ്രഞ്ച് വലിയൊരു സ്കോളർ ആ ദിവസം മുതൽ അവരുണ്ടായിരുന്നു, മുകുന്ദനും ഉണ്ടായിരുന്നു. എല്ലാവരും മുകുന്ദനും അനുഭവപ്പെട്ടു ഈ കൊടുത്ത സാധനം സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോൾ. മുകുന്ദൻ തന്നെ ഇതിപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹം വായിച്ചു നോക്കാനുള്ള നമുക്ക് വായന 2ാം സ്ഥാനത്താണ്. ഞാൻ നേരത്തെ അവിടുന്ന് പറഞ്ഞ പോലെ ദൃശ്യകാവ്യാണത്, ശ്രവ്യകാവ്യമല്ല, വായിക്കാനുള്ളതല്ല, രംഗത്ത് അവതരിപ്പിക്കാനുള്ളതാണല്ലോ. ആ രംഗത്ത് എങ്ങനെ ഫലിക്കും എന്നുള്ളതാണല്ലോ. അത് വളരെ അവർ പറഞ്ഞു ഞങ്ങൾക്കിത് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഏറ്റവും വാചികാഭിനയ പ്രധാനമാണ് ഈ ലെസിൻ്റെ ഡ്രാമ. ഡയലോഗാണ് അതിൻ്റെ ബാക്കി നമ്മുടെ പോലെ മുഖാഭിനയത്തിൽ നിന്നും വളരെ സെക്കൻഡ് ഇതിലല്ലോ. അപ്പോൾ അത് അതിന് വാചികാഭിനയം തീരെയില്ലാത്ത കഥകളിൽ വിജയിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. ഇത് ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇതായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 3-4 ദിക്കിൽ അവതരിപ്പിച്ചു. നിമ്രാണ അവരുടെ ഒരു സെൻ്ററുണ്ട്, അവിടെ അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത് അവരുടെ ഫ്രഞ്ച് കൾച്ചർ സെൻ്റർ ഉണ്ട്, അവിടെ വെച്ച് അവതരിപ്പിച്ചു. അവിടെ നമ്മുടെ നെല്ലിയോട് വാസു അവരൊക്കെ വന്നിരുന്നു. ഇതൊരു പുതിയ കഥയൊന്നും പറയാനില്ല, നമ്മുടെ ശരിക്കുള്ള കഥയിൽ തന്നെ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഒട്ടും ഒരു വേറൊരു പാശ്ചാത്യ കഥയാണെന്ന് പറയാൻ വയ്യ, ഇത് ശരിക്കുള്ള കഥകളി തന്നെയാണ്. അങ്ങനെ കഥകൾ, ഈ കഥകളൊക്കെ എഴുതി പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തത് ഇന്നും ആ കൊടുത്ത ആളുടെ കയ്യിലേക്കുള്ളൂ, പ്രിൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ അങ്ങനെ 15 കഥകൾ ഭാരതീയ കഥകളുണ്ട്, സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റു 35 കഥകൾ പലരും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് 15 കഥകളുണ്ട്. ആ 15 കഥകളിൽ ഭാരതീയമായിട്ടുള്ളത് ഭീഷ്മാനുതാപം, പുരോഹിത രാവണൻ, വിഭീഷണപുത്രൻ, രാധാമാധവം എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും അധികം കളിക്കുന്നതാണ്. കാരണം 3 മണിക്കൂർ കൊണ്ട് 2 വേഷമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ രാധാമാധവം പിന്നെ ഈ മോഹിനിയാട്ടം ഇതൊക്കെ ചേർത്ത് വലുതാക്കിയിട്ട് ചെയ്യാറുണ്ട്. ഖജരാവ് ഫെസ്റ്റിവലിനും അവിടെയൊക്കെ അത് കഥകളി മോഹിനിയാട്ടമൊക്കെ മിക്സായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ 15 എണ്ണം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം വിജയിച്ചു എന്ന് എനിക്കും വിശ്വാസമില്ല. ചിലത് ആട്ടക്കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ബുക്കുകൾ പിന്നെ എഴുതിയിട്ടുള്ള കഥകളി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പുസ്തകം ആദ്യം ഒരു എഴുതി. അത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൻ്റെ 7 ഡാൻസുകളെ പറ്റി 7 ഡാൻസേഴ്സ് എഴുതിയിട്ടൊരു പുസ്തകം, ഒരു കിറ്റാണ്. ഓരോ കഥയ്ക്ക് തന്നെ ഇംഗ്ലീഷിൽ കുച്ചിപ്പുടിക്ക്, ഭരതനാട്യത്തിന്, അങ്ങനെ ഓരോരുത്തരും കഥകളി എന്നുള്ളത് ഒരു 100 പേജുള്ള ഒരു ബുക്ക്. അത് വളരെ കളർഫുള്ളായിട്ട് കുറേ ഫോട്ടോസ്, പലർക്കും മനസ്സിലാവാൻ വേണ്ടി സാമാന്യം കഥകളി എന്താണ് എന്ന് മനസ്സിലാകുന്ന ഒരു പുസ്തകം. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി പൂർണ്ണ പബ്ലിക്കേഷൻ്റെ കണ്ടിട്ടുണ്ട് ആ ബുക്ക് കണ്ടു. അല്ല, അദ്ദേഹം ഈ പുസ്തകം കണ്ടു, ഈ ചെറിയ പുസ്തകം കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇത് കുറച്ച് വലുതാക്കിയിട്ട് ഒരു പുസ്തകം ആയാലെന്താ? വിരോധമൊന്നുമില്ല. അങ്ങനെ കാർഡ് വന്നു, ഞാൻ അതിനെ പറ്റി ശ്രദ്ധിച്ചതില്ല.
പിന്നെ ഞാൻ കോഴിക്കോട് ഒരു ക്ലബിൻ്റെ കളിക്കാൻ വന്നിട്ട് പോയപ്പോൾ കളി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മടങ്ങുമ്പോൾ അവിടെ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ അമ്മയും മകളും നമ്മുടെ സ്റ്റുഡൻസാണ്. അവർ പറഞ്ഞു ഇങ്ങനെ അവർ പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് അവർ അത്ര പരിചയമൊന്നുമില്ല, ഒരു കാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഞാൻ അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി. മോഹൻ എന്തായാലും പേര് ബാലകൃഷ്ണൻ്റെ മകൻ പബ്ലിക്കേഷൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സീരിയസ് ആയിട്ടാണെന്ന്. അപ്പം ആയിക്കോട്ടെ. അങ്ങനെ പിന്നെ പിന്നെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ കരൺ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് കഥകളിയെ പറ്റിയൊന്നും അറിയില്ല. അത് ആകെ കഥയിൽ പഠിച്ചത് അങ്ങനെ പുറപ്പാട് അങ്ങേറ്റം കഴിച്ചിട്ടേ ഉള്ളൂ, കഥയിൽ വായിക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പിന്നെ സഹായിക്കാം, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി, അത് ഞാൻ ഭാഷ. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ പറയും. അത് ഒരു വിധം അവർക്ക് നിർബന്ധം വെച്ചാൽ എൻ്റെ ഭാഷ മാറരുത്, അവരുടെ ഭാഷ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഏകദേശം വരുന്ന തെറ്റുകളും ഒക്കെ മാറ്റിയിട്ട് അങ്ങനെയാണ് ആ പുസ്തകം എഴുതി. അതൊരു 200 പേജ് വരെ ഒരു കളർഫുള്ളായ ഒരു പുസ്തകം. ഇത് ആണ് പിന്നെ ഉള്ളത്. പിന്നെ ഉള്ളത് ഞാൻ ഇത് പിന്നെ നേരത്തെ പറഞ്ഞ ഇതുപോലെ എൻ്റെ ഒരു ആത്മകഥ എഴുതി കൊടുത്തിരുന്നു, അതും ഇതുവരെ വിളിച്ച് കണ്ടിട്ടില്ല. പിന്നെ കഥകളിയും സൗന്ദര്യശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതി അതും തയ്യാറാക്കിയിട്ട് കൊടുത്തു, അതൊന്നും പുറത്തേക്ക് വന്നില്ല. പിന്നെ ജീവചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് അത് പിന്നെ കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ആരെടുത്താണ് ചെയ്യാം, അങ്ങോട്ട് പോകാറില്ല, ഇങ്ങോട്ട് വരുന്നവരതേ പോകാറുള്ളൂ. പിന്നെയുള്ളത് ഈ കഥകളിയുടെ ആഹാരത്തെ പറ്റി ഒരു റിസർച്ച് ഉള്ള തരത്തിൽ പഴയ തെയ്യം മുടിയേറ്റ് മുതൽ കൂടിയാട്ടം ഇതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ കഥകൾ ഡെവലപ്പ് ചെയ്തിട്ട് എൻ്റെ ആഹാരം അതിൻ്റെ വേഷഭൂഷകൾ ഇന്നത്തെ തരത്തിലായിട്ടുള്ളത് അതിലിനി എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു റിസർച്ച് ചെയ്തിരുന്നു. അതും അവിടെ ഇരിക്കണേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കഥകളിലെ വ്യത്യസ്ത ശൈലികളെ പറ്റി 3 ശൈലികളെ പറ്റി പിന്നെ ഇവിടെ ഞാൻ പിന്നെ മടവൂരാശാൻ്റെ വീട്ടിൽ പോയി അവിടെ താമസിച്ചിട്ട് ആ കപ്ലിങ്ങാൻ ശൈലിയുടെ വ്യത്യസ്ത പ്രാധാന്യങ്ങളോ അല്ലെങ്കിൽ വിശേഷതകൾ എന്താ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോയി താമസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് ഞാൻ ഒരു വിധം അതിനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ആദ്യം കല്ലടിക്കോടനായിരുന്നല്ലോ, അതുകൂടാതെ ഞാൻ ഈ അവിടുത്തെ അന്ന് ജീവിച്ചിരിക്കുന്ന കാനാകണ്ണനാരാശാൻ, സ്വാമി കണ്ണനാരാശാൻ, പട്ടാളി കണ്ണനാരെ, ഈ 3 ആശാന്മാരുടെ വീട്ടിൽ പോയിട്ട് അവരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത് അല്ലെങ്കിൽ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു 4 വർഷം തുടർച്ചയായിട്ട് വെക്കേഷനിൽ അവരായിട്ട് ഇരുന്ന് ചെയ്തിട്ട് ആ സമ്പ്രദായങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ശൈലിക്കും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, അതിൻ്റെതായ ദോഷങ്ങളുമുണ്ട്. നമുക്ക് അധികം താമസിയാതെ അങ്ങനെ ഒരു ബുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കല്ലടിക്കോണ്ട് അതിൻ്റെ വിഗറസാണ്, താണ്ഡവ പ്രാധാന്യം തന്നെയാണ് കല്ലടിക്കോട് സമ്പ്രദായം. അതേസമയത്ത് കപ്ലിങ്ങാട് ശൈലി എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ലാസ്യത്തിന് മാത്രമല്ല ലോകധർമ്മിക്കും കൂടെ പ്രാധാന്യമുണ്ട് കപ്ലിങ്ങാട് സമ്പ്രദായത്തിൽ. അപ്പോൾ ജനങ്ങളിലേക്ക് വേഗം അടുക്കാൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഒലച്ചൽ. അപ്പോൾ ഭംഗിയുള്ളതാണ് അങ്ങനെ. പക്ഷെ അത് ആ സമ്പ്രദായം അങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് കല്ലൂഴി ശൈലി എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ മാക്സിമം പോളിഷ് എന്ന് പറയില്ലേ, അതിന് എത്രയുണ്ട് നമുക്ക് മിനുസപ്പെടുത്താവോ, ആ മിനുസപ്പെടുത്തിയിട്ടുള്ള ഇത് എനിക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ട് പറയുന്നതായിരിക്കാം, അല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ മിനുസപ്പെടുത്തിയിട്ടുള്ള ഒരു രൂപമാണ് കല്ലൂഴി സമ്പ്രദായം. അതായത് സാങ്കേതികമായിട്ട് ഏറ്റവും ഭദ്രമായിട്ടുള്ള ഒരു ശൈലിയാണ് ഇത് ആ കല്ലൂഴി സമ്പ്രദായം. ഇത് താണ്ഡവത്തിൻ്റെ അതിപ്രസരം ഒഴിവാക്കി കലാശങ്ങൾ പണ്ട് 10-12 ഇടക്കലാശം ഉണ്ടായിരുന്നു. 4ലും പിന്നെ കോട്ടയ്ക്കൽ 6. ഞാൻ ആദ്യം പഠിച്ച 6, രാവണകലാശം പഠിപ്പിച്ച 6ആയിരുന്നു. ഇടക്കലാശം 6 പഠിപ്പിച്ചിരുന്നത്. അത് മാറ്റി 4ൽ ഒതുങ്ങി കലാശങ്ങൾ നിങ്ങളുടെ എണ്ണങ്ങൾ വളരെയധികം കുറഞ്ഞു. ഇന്ന് മാത്രമല്ല ശരീരത്തിൻ്റെയും ഒക്കെ ചലനങ്ങൾക്ക് ഒരു
കൃത്യത വരുത്തിയിട്ട് അതിന് ഫ്രെയിം ഒന്ന് പുറത്തു ഫ്രെയിം വളരെ സ്ട്രിക്റ്റായില്ല, പിന്നെ വളരെ ചിലപ്പോൾ റിജിഡ് എന്ന് വരെ പറയാം, അങ്ങനെ ഉള്ള ഇതാണ്. പക്ഷെ അതിൽ ഇത്രയധികം സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടുള്ളൊരു ഇതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത ഒട്ടും അത് ബാധിക്കാത്ത തരത്തിലുള്ള ഒരു പിന്നെ ചട്ടക്കൂടാണ്. അങ്ങനെയുള്ള ചട്ടക്കൂടാണ് പിന്നെ കല്ലുവഴിയുടെ പിന്നെ വ്യക്തിമുദ്ര എന്നോ അല്ലെങ്കിൽ മുഖമുദ്ര എന്നോ പറയാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ട്, എന്ത് വേണം ചെയ്യാം. പക്ഷേ ഇതിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പറ്റില്ല. അതിനുള്ളിൽ നിങ്ങൾക്ക് എത്രയുണ്ട് ഇതുണ്ടോ അത്രയും ചെയ്യാം. അത് ചെയ്യണം. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നെ മുഴുവൻ സാധ്യത ഇല്ല. ചെയ്യാമെന്നുള്ളതിന് ഒരു തെളിവ് നമ്മുടെ ഗുരുനാഥനാണ്. കല്ലുവഴി സമ്പ്രദായത്തിൽ തന്നെ അദ്ദേഹം പിന്നെ പുതുമകൾ ധാരാളം വരുത്തുന്നുണ്ടല്ലോ. ആ പുതുമകളൊന്നും കല്ലുവഴിക്ക് ദോഷം ചെയ്യുന്ന തരത്തിലല്ല എന്നുള്ള അനുഭവത്തിൽ വ്യക്തമാണ്. പക്ഷേ അതിന് നിങ്ങൾക്ക് സർഗാത്മകമായ കഴിവ് വേണം. അതല്ലെങ്കിൽ പറ്റില്ല. ആ സർഗാത്മകമായ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം. എന്നാലേ കല വളരില്ലല്ലോ. ഇപ്പോൾ കല പിന്നെ അന്നത്തെ രാമനാട്ടത്തിൽ നിന്നും കഥ ഇന്ന് ഇവിടം വരെ എത്തിയെങ്കിൽ നിത്യം ദിവസേന എന്ന് പറഞ്ഞാൽ പരിഷ്കാരങ്ങൾ പുതുമകളും വന്നുകൊണ്ടിരിക്കുന്നത്, അത് ആവശ്യമില്ലാത്ത പോകുന്നുണ്ട്, ആവശ്യമുള്ള നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വളർച്ച ഇന്നും ഉണ്ടാവണം. ഉണ്ടായാൽ കഥകളിക്ക് ശോഭനമായൊരു ഭാവി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ അവരുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ വേണ്ടാതെ കാണിച്ചാൽ അവർ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോവാണ്. ഇതൊക്കെ ഒരുപാട് അറിവ് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആശാൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് നാളെ കാണുന്ന വേറൊരു തലമുറയ്ക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ, അനുഭവങ്ങൾ ആശാൻ പങ്കുവച്ചു. ഈ സ്വന്തം ജീവിതത്തിൽ നിന്ന്, അതായത് കുടുംബത്തിൽ നിന്ന് ആശാനിലേക്ക് വന്നിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ സഹകരണം ഈ കഥകളി ജീവിതത്തിൽ ആശാനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആശാൻ്റെ സഹധർമ്മിണി ആശാൻ്റെ പിന്നാലെ എപ്പോഴും, പിന്നെ ഇപ്പോൾ കോട്ടക്കൽ പിന്നെ ചികിത്സയ്ക്ക് വരുമ്പോഴും ഉണ്ടാവും, കലാക്ഷേത്രത്തിൽ പോയി അവിടെയും കാണാം, ഡൽഹി. അപ്പോൾ സന്തത സഹചാരിയായിട്ട് ആശാൻ്റെ സഹധർമ്മിണിയുണ്ട്, കുടുംബം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ പത്മശ്രീ കിട്ടി നിൽക്കുന്ന ഈ ഒരവസ്ഥയിൽ കുടുംബത്തിൻ്റെ ആ സഹകരണം അല്ലെങ്കിൽ ആ സ്വാധീനം, ആ ഒരു കൂട്ടായ്മ എങ്ങനെയൊന്ന് വിവരിക്കാൻ പറ്റും? ഒരു കാര്യം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ആരും കഥകളിയിൽ ഇല്ല. അടുത്ത തലമുറയിൽ ഇനി ഉണ്ടോയെന്ന് അറിയില്ല. ഒരു കഥകളിയുടെ ഒരു പിന്നെ അനുഭവം അച്ഛൻ പറയാറുള്ള എങ്ങനെയാ വെച്ചാൽ, ധാരാളം കഥകളി കാണാൻ പോകാറുണ്ട്. അങ്ങനെ ഒരു 2-3 കളി തുടർച്ചയായിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം സമയം കിട്ടിയപ്പോൾ ഒരു കടത്തണ്ണയിൽ ഉറങ്ങുകയാണ്. അന്ന് എല്ലാവർക്കും പുരുഷന്മാർക്ക് കുടുംബമുണ്ട്. അങ്ങനെ ഉറങ്ങുമ്പോൾ 2 കുടുംബങ്ങൾ ഒന്നിച്ച് കിട്ടിയപ്പോൾ വഴിയിൽ പോകുന്ന രസികൻ കൂട്ടി കിട്ടി. അപ്പോൾ പിടിയും വലിയായി. അവസാനം അല്ല, അവിടുന്ന് അഴിച്ചു പോന്നു. അന്ന് ആശാൻ പറയും, കഥകളി കൊണ്ടാണ് എൻ്റെ തലമുടി കുറിച്ചത് എന്ന് പറയാറുണ്ട്. ഇതാണ് കുടുംബത്തിൽ കഥകളിയോട് ബന്ധം പറയാനുള്ളത്. അങ്ങനെയാണ്. പിന്നെ ഇന്ന് മാത്രമല്ല, ഞാൻ കഥകളി പഠിക്കുന്നതിനെ പറ്റി വീട്ടുകാരും എതിർത്തിട്ടില്ല, ആരും അനുകൂലിച്ചിട്ടുമില്ല. അവർക്ക് യാതൊരു കാര്യമില്ല. ഈ പഠിച്ചോ, സദനത്തിൽ പോയോ, പാലക്കാട് പോയോ, ഡൽഹി പോയോ, അവർക്ക് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഞാൻ ആ കാര്യത്തിൽ ഒരു തരത്തിൽ ഞാൻ സ്വതന്ത്രനാണ്. എന്ന് മാത്രമല്ല, ഈ മധ്യവ്യായോഗം ഇല്ലേ, മധ്യമന്മാർക്ക് മൂത്തവർക്ക് അച്ഛനും താഴെയുള്ളവർക്ക് അമ്മയും ഇടയിൽപ്പെട്ട ആൾക്ക്. ശരി. അപ്പോൾ വലിയ വാത്സല്യമൊന്നും വീട്ടിൽ നിന്ന് ആരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, ജീവിതത്തിൻ്റെ ഒരു കുടുംബത്തെ പറ്റി പറയുമ്പോൾ അതും കൂടി പറയണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ്. ഒരു വിധത്തിൽ അമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകളുമാണ്.
രണ്ട് വിധത്തിൽ ക്രോസാണ്. അങ്ങനെ ഒരു പരിധി വരെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഏകദേശം നിശ്ചയിച്ച ഒരു കല്യാണമാണ്. അതാണ് അങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വർഷം തന്നെ ഞാൻ സദനത്തിൽ കൂടെ കൂട്ടി. വളരെ കഷ്ടപ്പെട്ടവർ. ആ കഷ്ടപ്പാട് അവർ അല്ലാണ്ട് പുറമെ ഒരാളെ അറിയിച്ചില്ല എന്നുള്ളതാണ് അവരുടെ 100 രൂപ ശമ്പളത്തിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയിക്കാണ്ട് അവർ അവിടുന്ന് പിന്നെ അവിടുന്ന് ഞങ്ങൾ കിട്ടുമ്പോൾ ഒക്കെ ഒറ്റപ്പാലത്ത് നിന്ന് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന ശേഷം ആണ് നിവൃത്തിയിലുണ്ടായപ്പോൾ ഞാൻ ഡൽഹിക്ക് പോയി. ഇവരെ കൂട്ടാനുള്ള ചുറ്റുപാടൊന്നുമില്ല. എന്തെങ്കിലും കിട്ടുന്നത് അവർക്ക് എത്തി. അവർ ആ 2 കുട്ടികളെ ആ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവർ ഈ കിട്ടുന്നത് കൊണ്ട് പിന്നെ സ്വന്തം ഒരു മിഷനെ വെച്ച് ടൈലറിങ് കൂടെ ചെയ്തിട്ടാണ് അവരെ കുടുംബം പോയിട്ടുള്ളത്. പക്ഷേ ഈ ബുദ്ധിമുട്ടൊന്നും എന്നെ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് അത് എന്താ കിട്ടിയത് അത് സന്തോഷമായിട്ട് കാര്യങ്ങൾ നടത്തി. അത് അങ്ങനെ ഒരു 74 പോയിട്ട് 88 അവർ വരണത്. 10-12 കൊല്ലം ഈ കുട്ടി ഡൽഹിക്ക് വരണത്. അന്ന് എനിക്ക് ഒരു സൗകര്യമായിട്ട് സർക്കാർ ഒരു വീടൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അവരും കൊണ്ട് ഡൽഹിയിലേക്ക് വന്നത്. അവിടെ എത്തിയ ശേഷവും ഡൽഹിയിൽ വലിയ വീട്ടിൽ ചെറിയ ശമ്പളത്തിൽ 3000 രൂപ 300 രൂപ ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 3000 പക്ഷേ ആ 10-200 രൂപ വാടക കൊടുക്കണം. പിന്നെ ഈ കുട്ടികളുടെ അവർക്ക് ആ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള ചിലവും വേണ്ട ഡൽഹിയിലാകുമ്പോൾ. പക്ഷേ അതൊക്കെ ഞാനിതൊന്നും അറിയാറില്ല. ഞാൻ എന്താ കിട്ടിയാൽ കൊണ്ട് കൊടുക്കും. അവർ അത് ഏറ്റവും അവർ ചെയ്തിട്ടുള്ള കലാസേവനം അതാണ്. എന്നെ ഒന്നിലും ഇൻ്റർഫിയർ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ. രാവിലെ ചിലപ്പോൾ പോയാൽ ഞാൻ രാത്രി വരുള്ളൂ. അവർക്ക് മനസ്സിലുണ്ടാവുമെങ്കിൽ പുറമേ അത് ഒരാളെയും കാണിക്കുക എന്ന് മാത്രമല്ല, ഡൽഹിയിൽ ബാക്കിയുള്ള വലിയ തറവാട്ടുകാരുടെ ഒപ്പം അന്തസ്സിൽ ആണ് കൂടെ നിൽക്കുന്നവരൊക്കെ ഒരുവിധം ഹൈ ലെവലുള്ള സൊസൈറ്റി അവരാണ്. അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഉണ്ടായിരിക്കും. ഒരു തവണ നമ്മൾ അഘോരം വന്ന് പറഞ്ഞു, ആ ഒരു കാളൻ ഒരു നമ്പൂരിലെത്തും പോയാൽ കിട്ടില്ല. അങ്ങനെ വേണ്ടതെങ്കിൽ വേണ്ട തരത്തിൽ പിന്നെ ആൾക്കാരെ അറിഞ്ഞുകൊണ്ട് സൽക്കരിക്കാനുള്ള സാമർഥ്യം അത് വേണ്ട ചെയ്യാനും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കഥകളെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ശരി, എൻ്റെ ഏറ്റവും വലിയ ഒരു ക്രിട്ടിക് അതങ്ങനെ ആയി ശരിയാകും തോന്നുന്നില്ല. പുറമേ അവരോട് പറയില്ല, ശരിക്കും മൈന്യൂട്ടായിട്ടുള്ള ചില പോയിന്റ്. നേരത്തെ കീചകനെ കുറിച്ച് കുട്ടിക്കാലത്ത് പറഞ്ഞാണ്. പിന്നെ പറഞ്ഞതല്ല അതങ്ങനെ ഇങ്ങനെയല്ലേ. അത് പിന്നെ കൂടിച്ചേരലിൻ്റെ കണ്ടിട്ട് ഏറ്റവും എൻ്റെ ഒരു ശരിക്കുള്ള പിന്നെ ഒരു വിമർശനം അഭിപ്രായം പറയാനുള്ള കഴിവ് അവർ സംഭവിച്ചു, നേടിയെടുത്തു കൂടെ. കാരണം വീട്ടിൽ തന്നെ ക്ലാസ് ചൊല്ലിയാട്ടം ഏഷ്യാഡിലായപ്പോൾ അവിടെ തന്നെയാണ് ക്ലാസ്സും ചൊല്ലിയാട്ടം മുഴുവൻ അവിടെയാണ്. അപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. അങ്ങനെ കണ്ടിട്ട് പിന്നെ ഒരു ഇഷ്ടം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പറയല്ലോ. പക്ഷെ അങ്ങനെ എനിക്ക് വേണ്ട ഒരു വിമർശനം കൂടി പിന്നെ അത് ക്ലാസ്സിലായാലും ശരി സ്റ്റേജിലായാലും പിന്നെ അങ്ങനെ ഉള്ള ഒരു പിന്നെ സഹകരണം വേണമായിരുന്നോ അല്ലെങ്കിൽ അത് വേണോ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു അതെ സ്വതന്ത്രമായി ചോദിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ വളർച്ചയിൽ ഒരു വളരെയധികം പുറമെ ആരും അറിയാത്ത ഒരു സഹകരണം ആണ് എൻ്റെ കുടുംബത്തിൽ. സഹധർമ്മിണി തന്നെയാണ് ആ കാര്യത്തിൽ. ഇവിടെ പോകുമ്പോഴും ആശാൻ്റെ കൂടെ 2 കുട്ടികളുണ്ട്. അവരെ ഞാൻ പിന്നെ അവിടെ ഉള്ളപ്പോൾ അവർ നാട്ടിലാണ്. അവർ 2 പേരും പിന്നെ 8-10 ക്ലാസ്സിലായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ കേരളത്തിലെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികൾ അവിടെ പോയിട്ട് അവരെ പിന്നെ മറ്റവരൊപ്പം പാസ്സാവാൻ അവരെ ഞാൻ കഥകളിക്ക് വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചാൽ അതുമില്ല ഇതുമില്ല ഉണ്ടാവും. പിന്നെ പ്രായം 8ാം ക്ലാസ് കഴിയുമ്പോഴേക്കും കലാപരമായിട്ടുള്ള കഴിവുണ്ട്. ഒരാൾ പാട്ട് തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെട്ടു. ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. ആസ്വദിക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളൊക്കെ പറയും. ആസ്വാദനമുണ്ട്.
കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടുപേരും അവരുടെ തരത്തിൽ നമ്മൾ ശല്യപ്പെടുത്താതെ അവരുടെ ഫാമിലിയായിട്ട് അവർ ഉണ്ട്. ഇപ്പോൾ ശല്യപ്പെടുത്തുന്നതിനല്ല കുറേ സഹായിക്കണമുണ്ട്, കുറേ നമ്മൾ രണ്ട് കുടുംബവും. അതിൽ ഇപ്പോൾ പേരക്കുട്ടി മാത്രം സംഗീതത്തിൽ കച്ചേരി അരങ്ങേറ്റം കഴിച്ചു. പിന്നെ പിന്നെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റത്തെ ആയിട്ടില്ലെങ്കിലും ടീച്ചർ നിർബന്ധപ്രകാരം ഭരതനാട്യത്തിലും അലാരിപ്പ് വർണ്ണം വരെയുള്ള ആയിട്ട് കഴിഞ്ഞു. പിന്നെ അപ്പോൾ അവൾക്ക് വളരെ മോഹമുള്ളത് എന്താ വെച്ചാൽ ഇവിടെ വന്നൊരു മാതങ്കാരനെ പാടണമെന്ന് വളരെ മോഹമുണ്ടായിരുന്നു. അതിനത് പിന്നെ യൂട്യൂബ് നമുക്ക് എടുത്തിട്ട് പിന്നെ പാടി അല്ല അവിടെ നമ്മുടെ നിന്ന് പാടി ഇവിടെ വന്ന് പാടണം ഒരു മോഹം. ഞാൻ പറഞ്ഞു നോക്കാം നമുക്കൊരു സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് അതിൽ കലയിലും പിന്നെ മോഹമുണ്ട്, വാസനയുണ്ട്, തരക്കേടില്ല. ഇതാണ് നമ്മുടെ കുടുംബത്തെ പറ്റി സാമാന്യമായിട്ടുള്ള. എന്തായാലും ആശാൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ, അതായത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നാളത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും കണ്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആശാനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വായ്ത്താരി എന്ന ഈ ഒരു മുന്നോട്ട് പോകുന്ന ഈ കലയോടുള്ള ഈ ഒരു സന്തോഷം നമ്മളുടെ ഈ കൂട്ടായ്മ കലാമണ്ഡലം ഉണ്ണീഷേട്ടൻ്റെ ഈ ചാനലിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ആശാൻ്റെ ഇത്രയും നേരം സമയം ഞങ്ങളോട് ചെലവിട്ടതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ഇങ്ങനൊരു ഇതിൽ അവസരം കിട്ടിയതിൽ ഞാൻ തികച്ചും കൃതാർത്ഥനാണ്. പിന്നെ അനുഭവങ്ങൾ ഇനിയും ധാരാളം ഉണ്ടാവാം. അപ്പോൾ അതിന് നമുക്ക് വേറൊരു സന്ദർഭം ഉണ്ടാവട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ അറിയാതെയെങ്കിലും ആർക്കെങ്കിലും കുറ്റപ്പെടുന്ന തരത്തിലുള്ള വല്ല വാക്കുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. അത് പിന്നെ അവരെ കുറ്റപ്പെടുത്താനല്ല, ആ കലയ്ക്ക് അതുകൊണ്ട് വല്ല ദോഷം വരുമോ എന്നുള്ളൊരു എൻ്റെ ഒരു പരിഭ്രമമായിരിക്കാം. അത് ആ തരത്തിൽ കണ്ട് അതിനെ ക്ഷമിക്കുക. അങ്ങനെ അത് നല്ല തരത്തിലാണെങ്കിൽ ആ നല്ലതിലെടുക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയാം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പറയാം, അത് പറഞ്ഞത് ശരിയായില്ല എന്ന് നേരിട്ട് പറയാനും വിഷമമില്ല. അങ്ങനെ അവർക്കും എന്നെ വേദിക്കാനുള്ള വല്ല വാക്കും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം നടന്നു. പിന്നെ എനിക്കിതിൻ്റെ ഇങ്ങനെ അവസ്ഥ തന്നതിന് പിന്നെ ഉണ്ണീഷനോട് ഞാൻ പിന്നെ നന്ദിയൊന്നും പറയുന്നില്ല, എൻ്റെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ അവസരം ഉണ്ടാവട്ടെ, അതുകൊണ്ടാണ് നന്ദി പറയാത്തത്. കഴിഞ്ഞ ഇവിടെ ചാപ്റ്റർ അവസാനിക്കരുത്, മംഗളം പാടുന്നില്ല, നമുക്ക് ഇനി അവസരങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.